ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതും ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണ്. നോമ്പ് മുറിയും നോമ്പുത്തുറയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ 2 അടിപൊളി റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് പോളയില്ലേ, ക്യാരറ്റ് കുംസ് എന്നെല്ലാം പറയും. ഇത് കുറേ വിധത്തിലാക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കൂടെ തന്നെ നല്ല ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയും ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് പോള ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് പോള കുറേ തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനാദ്യം 4 മുട്ട ഒരു ബ്ലെൻഡറിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് 3 മീഡിയം സൈസിലെ ക്യാരറ്റ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ക്യാരറ്റ് പുഴുങ്ങാണ്ടും ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പുഴുങ്ങിയെടുത്ത റെസിപ്പിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 2 ഏലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 4 മുട്ടക്ക് 4 ടേബിൾ സ്പൂൺ തന്നെ മൈദയാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. സെയിം ഇതേ അളവിൽ തന്നെ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള കിട്ടും. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അടുത്തതായി ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിയേക്കല്ല കേട്ടോ, ക്യാരറ്റ് പോളിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് പോളൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാനിൽ അല്പം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് ഇളകി കിട്ടും. അങ്ങനെ നെയ്യ് നല്ല ചൂടായി വരുമ്പം ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാഷ്യോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബദാമും കിസ്മിസും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ ഒരു ക്ലിപ്പ് ഈദ് ഷോപ്പിങ്ങിന് പോയില്ലേ, ആ സമയം എടുത്തതാണ് കേട്ടോ. അന്നേരം ആ വ്ളോഗിൽ ഇടാൻ വിട്ടയാണ്, അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോറം മോളിലെ സ്പാറിലുള്ള നോൺ വെജ് സെക്ഷനാണ് കേട്ടോ. നല്ല അടിപൊളി മീനും പ്രോൺസും ചിക്കൻ വിത്ത് സ്കിൻ വിതൗട്ട് സ്കിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഉണ്ടായിന്, അപ്പോൾ എടുത്തതാണ്. അപ്പോൾ കറക്റ്റ് 12 മിനിറ്റ് ആകുമ്പം നമ്മുടെ ക്യാരറ്റ് പോളൻ്റെ അടിഭാഗം അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്ക് സൈഡ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല വിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയം നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമില്ല, അതൊരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാം. ഇല്ലു എന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് കൂടി വിളിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പണിയുണ്ട് കുറച്ച്, പിന്നെ കളിക്കാമെന്ന് പറയുമ്പം ദേഷ്യം പിടിച്ചിട്ട് പോലാന്ന്. അപ്പോൾ ക്യാരറ്റ് പോള 2 മിനിറ്റ് ആകുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചു തരാം. നല്ല ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബിരിയാണി കിട്ടും. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത്
വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യമായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂൺ വിനേഗർ, അത് നമുക്കൊരു പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വിനേഗറും, പിന്നെ ഒരൽപ്പം മഞ്ഞളും ചേർത്ത് നന്നായിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനില്ലേ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ ആ മാരിനേറ്റ് നമ്മുടെ ചെമ്മീനിൽ അടിപൊളിയായിട്ട് മസാലയെല്ലാം പിടിക്കും. ആ സമയം ഞാൻ എൻ്റെ ഫോൺ ചാർജിന് വെക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നത്. ഞാൻ ഇത് പശുവിൻ നെയ്യ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെയ്യ് നല്ല ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 4 സവാളയില്ലേ, മീഡിയം സൈസിലെ 4 സവാള നേർങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ല ബ്രൗൺ കളറാണ് അവർ സോട്ട് ചെയ്യണം. എന്നാലേ ആ പശുവിൻ നെയ്യിൽ ആ സവാളയുടെ ഫ്ലേവറെല്ലാം പുറത്തേക്ക് വരും. ആ സമയം നമുക്ക് നമ്മുടെ ചെമ്മീനില്ലേ അത് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഓവർ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സവാള ഹൈ ഫ്ലെയിമിലും അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ എന്തായാലും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടാൽ അതിൻ്റെ ഒരു സോഫ്റ്റായിട്ട് അതിൻ്റെ ഒരു മധുരം പോലെയുള്ള ഒരു ടേസ്റ്റില്ലേ അത് പുറത്തേക്ക് വന്നാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സോട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇതാ സവാള നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു 3-3.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യണം കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് അതിനൊരു പച്ചമണം പോകുന്നവരെ സോട്ട് ചെയ്യുക. 6 മീഡിയം സൈസിലെ തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ തക്കാളി ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ തക്കാളി നല്ല ഉടഞ്ഞ് വരുമ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ ഇൻസ്റ്റൻ്റ് അല്ല കേട്ടോ, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ചതാണ്. അതാകുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും ബിരിയാണിക്ക്. മസാലൻ്റെ എല്ലാ കൂട്ടും നല്ല പോലെ ഉടഞ്ഞ് വരുന്ന സമയം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. മസാല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസില്ലേ അതാന്നിട്ട് എടുക്കുന്നത്. ഈ അരി കഴുകിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഓവർ വെച്ചാൽ അരി പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളത് അരിപ്പയിലിട്ടിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ആ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് അരി ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇല്ലേ അതിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. എന്നാൽ ആ പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ മസാലയിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരും. അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ചോറ് വെക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നേർങ്ങനെ സ്ലൈസ് ചെയ്ത 2 സവാള ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സവാള നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കൈ നിറയെ കാഷ്യൂവും ഒരു കൈ നിറയെ കിസ്മിസും കൂടി ഇട്ടിട്ട് ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു നെയ്യിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, മീഡിയം സൈസിലെ ക്യാരറ്റാണ്, അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയില്ലേ അത് മെല്ലെ ഇട്ട് കൊടുക്കുക. ബാസ്മതി റൈസ് ആയതുകൊണ്ട് അത് ഇളക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് മെല്ലെ ഇളക്കിക്കൊണ്ട് 2-3 മിനിറ്റ് വറുത്തെടുക്കണം. ഇനി ചോറിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറഞ്ഞ ഏലക്ക, ഒരു 4-5 ഏലക്ക, കുറഞ്ഞ കറാമ്പ്, പിന്നെ ആ ബേ ലീഫില്ലേ അതും കൂടി ഇട്ടിട്ട് 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ അതൊഴിച്ച് കൊടുക്കുക.
ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കാന്നിട്ട് എടുത്തത്. പിന്നെ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റുന്നവരെ ഫുൾ ഫ്ലെയിമിലിടണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചാൽ നമുക്ക് നല്ല ഉതിർന്ന് കിട്ടുന്ന അരി കിട്ടും. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പം ഇതുപോലെ തുറന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ആകുമ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ആ സമയം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. ബത്തക്ക ജ്യൂസാണ് കേട്ടോ. ചോറ് വേകുന്ന സമയം നമുക്ക് പെട്ടെന്ന് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചോറെല്ലാം റെഡിയായി. ഇനി നമ്മുടെ 80% പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലെയർ ചെയ്യേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ ചോറിനൊരു 1/4 ഭാഗം ചോറില്ലേ അത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. ഈ വന്ന ചോറ് അടിഭാഗമെല്ലാം ഒന്ന് ഇളക്കി ഒരുപോലെ ആക്കി കൊടുക്കുക. അതിന് മേലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ കിസ്മിസ് ഇല്ലേ സവാള അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പകുതി ഭാഗം ഇതിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. മേലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് റോസ് വാട്ടർ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മുടെ നേരത്തെ ആക്കി വെച്ച മസാല എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നിരത്തി കൊടുത്തിട്ട് നമ്മൾ ബാക്കി ചോറും കൂടി നേർക്കിട്ടിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ചോറിന് മേലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ബാക്കി വന്ന കാഷ്യൂ കിസ്മിസ് സവാള മല്ലിച്ചപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി നേരത്തെ ആക്കിയ പോലെ തന്നെ കൈകൊണ്ട് ആക്കി കൊടുക്കുക. ചോറ് റെഡിയായി. ഇനി ഇത് ദം ഇടിയേ വേണ്ടൂ. ഇപ്പോൾ ദം ഇടുന്നില്ല കേട്ടോ. നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ദം ഇടുന്നതാണ്. ആ സമയം നമ്മുടെ കായ്പോള എങ്ങനെയായി നോക്കുക. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് കായ്പോള കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പം ഇഫ്താറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ ആണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഈ ക്യാരറ്റ് കുബ്സിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് ഇനി റൂമിൽ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ അൽമറ ഉള്ളിൽ ക്ലീൻ ആക്കുന്ന പോലെ തന്നെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ടില്ലെങ്കിൽ നല്ലോണം പൊടി കയറും. അപ്പോൾ ഇതുപോലെ കബോർഡിൻ്റെ പുറത്ത് ഭാഗമില്ലേ അത് നമ്മൾ വെള്ളം മുക്കിയിട്ട് നല്ല ഡ്രൈ ആയ ഒരു ക്ലോത്തിൽ ഇതുപോലെ തുടച്ചു കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുത്താൽ പൊടിയൊന്നും കയറില്ല കേട്ടോ. അങ്ങനെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് ഇഫ്താറിൻ്റെ സമയമായി. ബത്തക്ക ജ്യൂസ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ സ്നാക്സ് ഒന്നും ഇന്ന് ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ് കുംസയിലും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഡെയിലി ഓയിലിൽ പൊരിച്ച സ്നാക്സ് നല്ലയോ അല്ലല്ല. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞ് നോമ്പ് തുറക്കലാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണിയും തൈരും പിന്നെ ചിക്കൻ ഫ്രൈയും വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വ്ളോഗും റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്.